നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ഖബറുകൾ കുമ്മായമിടുന്നതും കെട്ടിടമുണ്ടാക്കുന്നതും അതിന്മേൽ കയറിയിരിക്കുന്നതുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായി അറിയപ്പെടുന്ന ആളുകൾക്ക് ഖബറുകൾ പ്രത്യേകമായി കുമ്മായമിടുവാനും സിമന്റ് ഇടുവാനും അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുവാനും ജാറങ്ങളും മഖ്ബറകളും ആശാകേന്ദ്രമായി അർപ്പിക്കുവാനും അവിടങ്ങളിലേക്ക് ബിദ്അത്തുകൾ ധാരാളക്കണക്കിന് അവതരിപ്പിക്കുവാനും യാതൊരു മടിയുമില്ല. അവർ പറയുന്നു, ഞങ്ങൾ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും വക്താക്കളാണ്, ഖുർആനും സുന്നത്തും അക്ഷരം പ്രതി അനുസരിക്കുന്നവർ ഞങ്ങളാണ് എന്ന്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനാഘോഷം സംഘടിപ്പിക്കുന്ന ആളുകൾ. റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു. റബീഉൽ അവ്വൽ മാസത്തിന്റെ 12-ാം തീയതി മാത്രമല്ല, ആ മാസം മുഴുക്കെ ഒരാഘോഷമായി പ്രവാചക സ്നേഹത്തിന്റെ തുളുമ്പുന്ന രംഗങ്ങളായി അവതരിപ്പിക്കുന്ന ആളുകൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിൽ ഒരു മാതൃകയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സച്ചരിതരായ സലഫുസ് സാലിഹീങ്ങൾ സ്വഹാബത്ത് എത്രയോ നൂറ്റാണ്ടുകൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളുമെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങളായി നമ്മൾ അംഗീകരിക്കുന്നവരാണെങ്കിൽ അവരാരെങ്കിലും ഈ ഒരു ചടങ്ങ് കാണിച്ചു തന്ന് മാതൃകയായിട്ടുണ്ടോ പരിശോധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച 23 വർഷക്കാലത്തെ പ്രവാചകത്വ ജീവിതത്തിൽ എത്രയോ റബീഉൽ അവ്വലുകൾ കടന്നുപോയിട്ടുണ്ട്. ഓരോ വർഷത്തെയും റബീഉൽ അവ്വൽ നമ്മൾ എണ്ണി നോക്കിയാൽ 23 വർഷത്തിൽ 23 റബീഉൽ അവ്വൽ ഉണ്ടാകുമല്ലോ. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും എല്ലാ കാലഘട്ടങ്ങളിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ആ കാലഘട്ടങ്ങളിലൊക്കെയും റബീഉൽ അവ്വൽ കടന്നുപോയിട്ട് അവരാരെങ്കിലും ഈ ഒരു മാതൃക സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആദർശം പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അതൊരു പുണ്യമായി കാണുവാൻ സാധിക്കുക? ഫർദ് നമസ്കാരത്തിന് ശേഷം ഇമാം വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയും മഅ്മൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്യുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. സ്വഹാബത്ത് ചെയ്തതായി നമുക്ക് തെളിവുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. വേണ്ട, മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പോലും ആ വിഷയത്തിൽ ആ രൂപത്തിലല്ല പഠിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എങ്കിൽ ഇതേപോലെ നൂറുകണക്കിന് വിഷയങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായി ചർച്ചക്കെടുത്ത് പഠിക്കുവാനും പരിശോധിക്കുവാനും തയ്യാറായാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പേര് പറഞ്ഞ് അത് അവകാശപ്പെടുന്ന ആളുകൾ കടലും കടലാടിയും പോലെ വെള്ളിയും വെള്ളിക്കോലും പോലെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അഥവാ കടല് വേറെ, കടലാടി വേറെ, വെള്ളി വേറെ, വെള്ളിക്കോല് വേറെ. ഇതേപോലെ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും വക്താക്കളാണ് എന്ന് പേരുകൊണ്ട് പറയുന്നു. വാസ്തവത്തിൽ സുന്നത്തും ജമാഅത്തും പറയുന്ന ആദർശം സ്വീകരിക്കുവാൻ തയ്യാറല്ലാത്ത ആളുകൾ അവരവസാനമായി പറയുന്ന ഒരു ന്യായം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലെങ്കിലും സ്വഹാബത്തിന്റെ മാതൃക ആ വിഷയത്തിലില്ലെങ്കിലും നല്ലതല്ലേ നമുക്ക് ചെയ്തുകൂടെ? സുന്നത്തിന്റെ ആളുകളായി മാറേണ്ട ആളുകൾ ബിദ്അത്തിന്റെ ആളുകളായി വഴിമാറിപ്പോകുമ്പോൾ പറയുന്ന ന്യായമാണ്. ആ സന്ദർഭത്തിലാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച ഒരൊറ്റ വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം തങ്കലിപികളാൽ ആലേഖനം ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട രത്നമൂല്യമുള്ള ആദർശത്തിന്റെ വാചകങ്ങളായി നമുക്കതിനെ കാണുവാൻ സാധിക്കും. അദ്ദേഹം ചോദിക്കുകയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മുൻ മാതൃകയില്ലാത്തൊരു ആചാരം ആരെങ്കിലും ഉണ്ടാക്കുകയും അത് നല്ലതല്ലേ എന്ന് അവകാശപ്പെടുകയും ചെയ്താൽ, അഭിപ്രായപ്പെടുകയും ചെയ്താൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, തീർച്ചയായും ആ പ്രഖ്യാപനത്തിലൂടെ ആ നടപടികളിലൂടെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പറഞ്ഞേൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ഖിയാനത്ത്, വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. കാരണം നല്ലതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ഒന്നുപോലും വിട്ടുപോകാതെ പഠിപ്പിച്ചു തരുവാൻ ചുമതലയേൽപ്പിക്കപ്പെട്ട വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മയായി എന്തെല്ലാം ഉണ്ടോ അതിലൊന്നുപോലും വിട്ടുകളയാതെ താക്കീത് ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞു, അള്ളാഹു അംഗീകരിക്കുകയും ചെയ്തു. അതാണ് തുടർന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്,
അല്ലാഹു സൂറത്ത് മാഇദയിലെ 3-ാമത്തെ വചനത്തിലൂടെ ഉണർത്തിയ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട് സമ്പൂർണ്ണമാക്കി പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ഇതാ തന്നിരിക്കുന്നു. അതുകൊണ്ട് അതിലില്ലാത്ത ഒന്നും ഇനി ദീനാകുവാൻ പാടില്ല. അതിലുള്ള ഒന്നും ദീനിന്റെ പുറത്തുള്ള സംഗതിയായി വെട്ടി മാറ്റുവാനും പാടില്ല. ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ദീനായ ഒരു കാര്യം അതാണ് എല്ലായിടത്തും എല്ലാ കാലത്തും ദീനാകേണ്ടത്. അന്ന് ദീനല്ലാത്തൊരു കാര്യം ഒരു കാലത്തും ഒരു ദേശത്തും ഒരു ഭാഷക്കാർക്കും ദീനാകുവാൻ പാടില്ല. അല്ല എങ്കിൽ അതിന് വിരുദ്ധമായിട്ടാണ് നിലപാടുകളും ആദർശങ്ങളുമെങ്കിൽ നന്മ ഏൽപ്പിച്ച നന്മ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകൻ റബീഉൽ അവ്വൽ മാസത്തിലെ ആ ജാഥയും മാലയും മൗലൂദുമെല്ലാം നന്മയായിരുന്നുവെങ്കിൽ നന്മ പഠിപ്പിക്കുവാൻ അള്ളാഹു ഏൽപ്പിച്ച പ്രവാചകൻ ആ നന്മ നമുക്ക് പറഞ്ഞു തരാതെ വിട്ടുകളഞ്ഞു, വഞ്ചന കാണിച്ചു എന്നാണ് അതിന്റെ താല്പര്യം. നഊദു ബില്ലാഹ്, ഒരു വിശ്വാസിക്ക് ആലോചിക്കുവാൻ പോലും പറ്റാത്ത ഗുരുതരമായ പാതകം ബിദ്അത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതുപോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി പ്രമാണങ്ങളിലേക്ക് തിരിച്ചുപോയി ഖുർആൻ എന്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു, സ്വഹാബികൾ എങ്ങനെയാണോ ആ പരിശുദ്ധ ഇസ്ലാമിനെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നത്, ആ അടിസ്ഥാനത്തിൽ അതിന് പ്രത്യേകമായ സംഘടനയുടെ മെമ്പർഷിപ്പോ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആളുകളായി ലേബലൊട്ടിക്കണമെന്നോ ആരും പറയുന്നില്ല. ഈ ആദർശം നമ്മൾ സ്വീകരിച്ചാൽ മതി. സ്വാഭാവികമായും ആ ആദർശം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായാൽ കൂടെയുള്ള ആളുകൾ പറയും, ഒരു പള്ളിയിലെ ഇമാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിതം മാറ്റുവാൻ, ആദർശം പുനഃക്രമീകരിക്കുവാൻ തയ്യാറായാൽ നാളെ മുതൽ അയാളെ സംബന്ധിച്ച് വഹാബി എന്ന ആളുകൾ മുദ്രകുത്തും. സമൂഹത്തിൽ ആളുകൾ പറയും, അയാൾ മുജാഹിദാണ്, അയാൾ സലഫിയാണ്, അയാൾ വഹാബിയാണ് എന്ന്. നമ്മൾ ഭയപ്പെടേണ്ടതില്ല. വഹാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്. വഹാബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആദർശക്കാരൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആദർശം സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിച്ചു തന്ന ആ പാതയിലൂടെ മുന്നേറുവാൻ നമ്മൾ തയ്യാറായാൽ സമൂഹം ഒന്നടങ്കം നമ്മെ കൈയൊഴിച്ചാലും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ രക്ഷയും നമ്മെ തേടിയെത്തും. അർഹമുർ-റഹീമീനായ റബ്ബ് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവൻ കണിശമായി പഠിപ്പിച്ച കൃത്യമായ ആ ആദർശം സ്വീകരിച്ചുകൊണ്ട് മരണം വരെയും മുന്നേറുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു കനിഞ്ഞ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുർ-റഹീമീനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ സാധിക്കും. അതിന്റെ എല്ലാ തലങ്ങളും ആത്മാർത്ഥമായി പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ലക്ഷ്യത്തോടുകൂടി തുറന്ന ചർച്ചക്കായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരും ക്രിയാത്മകമായി അതിനെ സ്വീകരിക്കണമേ എന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, വളരെ സംക്ഷിപ്തമായി എന്നാൽ എല്ലാ ഭാഗങ്ങളും പരാമർശിച്ചുകൊണ്ട് വളരെ നല്ല ഒരു വിഷയാവതരണം കഴിഞ്ഞു. ഇനി ചോദ്യോത്തര സെഷനിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇവിടെ പുറത്ത് പ്രദർശിപ്പിച്ച നോട്ടീസുകളിലും ഫ്ലക്സിലുമെല്ലാം സൂചിപ്പിച്ചതുപോലെ തവസ്സുല്, ഇസ്തിഗാസ, തബറുക്ക്, തിരുശേഷിപ്പ്, ജിന്നും മലക്കും ദുആ കേൾക്കുമെന്നോ നബിദിനാഘോഷം തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയാണ് നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടത്. കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും പഠിക്കാനുമുള്ള മനസ്സോടുകൂടി ആയിരിക്കണം ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടത്. അല്ലാതെ ചോദിച്ച് പരാജയപ്പെടുത്തി വിജയിച്ച് പോകണം എന്ന നിലക്കാണെങ്കിൽ ആ ഒരു ശൈലി മുജാഹിദ് പ്രസ്ഥാനം എവിടെയും സ്വീകരിക്കാറില്ല, അതിൽ താല്പര്യവുമില്ല. അങ്ങനെ പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ച് വന്ന ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ പരാജയം ആദ്യമേ ഞങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ്. അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനിൻ്റെ പേരിൽ ഉള്ള ഇത്തരം വിഷയങ്ങളുടെ നിജസ്ഥിതി അറിയണമെന്നും മനസ്സിലാക്കണമെന്നുമുള്ള താല്പര്യമുള്ള ആളുകൾക്ക് തുറന്ന മനസ്സോടെ ചോദിക്കാനുള്ള വേദിയായി ഈ മുഖാമുഖത്തെ കാണുക. പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും ആ രംഗത്തില്ല. ഉള്ള സംശയം ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഷമീർ മദീനിയോ ഇബ്രാഹിം ഫൈസിയോ
അബൂബക്കർ സലഫിയോ CP സലീമോ ഞാനോ ആരെങ്കിലും ഒക്കെയായി ഇൻഷാ അല്ലാഹ് അതിന് വിശദീകരണം നൽകും. അത് തൃപ്തികരമല്ലെങ്കിൽ ചോദ്യകർത്താവിന് അത് പറയാം, വീണ്ടും വിശദീകരണം നൽകാം. വീണ്ടും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം. ഇത്ര ചോദ്യമേ ചോദിക്കാവൂ, ഇന്ന രൂപത്തിലെ ചോദിക്കാവൂ എന്നൊന്നും പ്രത്യേകിച്ച് നിബന്ധനകൾ ഇല്ല. അതേസമയം പരമാവധി ആളുകൾക്ക് അവസരം കിട്ടാൻ നമ്മൾ ശ്രമിക്കുക. ഒരാൾ തന്നെ നിശ്ചയിക്കപ്പെട്ട എല്ലാ സമയവും ഉപയോഗപ്പെടുത്തി മറ്റാർക്കും അവസരം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകരുത്. ബാക്കിൽ ആളില്ലെങ്കിൽ ഒരാൾക്ക് തന്നെ അവസാനം വരെ ചോദിക്കാം. പിന്നെ ആളുണ്ടെങ്കിൽ 2, 3, 4 ചോദ്യമൊക്കെ ചോദിച്ച് പിന്നെ അടുത്ത ആൾക്ക് കൈമാറി കൊടുക്കുക. ശേഷം അവസാനം സമയം ബാക്കിയുണ്ടെങ്കിൽ ഈ ആൾക്ക് വീണ്ടും ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഒരു 9:30 മണിക്ക് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളൊക്കെ വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് വന്നവരാണ്. നാളെ വർക്കിംഗ് ഡേ ആണ്. അതല്ല, വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഏതായാലും പരമാവധി ഉള്ള സമയത്തിനുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് പരമാവധി വിഷയത്തിൽ ചോദ്യം ചോദിക്കാൻ ഉള്ള ഒരു സൗകര്യമാണ് വേണ്ടത്. ചോദ്യകർത്താക്കൾ ചോദ്യം പരമാവധി ചുരുക്കി ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അനസ്. എനിക്ക് ചോദിക്കാനുള്ളത് ഫൈസൽ മുസ്ലിയാരോടാണ്. അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല എന്നാണല്ലോ മുജാഹിദുകളുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സദസ്സിൽ നിന്ന് ദുആ ചെയ്താൽ അത് നിങ്ങളും കേൾക്കും, ഈ സദസ്സും കേൾക്കും. അപ്പോൾ പിന്നെ നിങ്ങളുടെ വാദത്തിന് എന്താണ് പ്രസക്തി? ചോദ്യം: അള്ളാഹു മാത്രമാണ് പ്രാർത്ഥന കേൾക്കുക, അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല എന്ന് പറയുന്നു. എന്നാൽ പലരും പ്രാർത്ഥിക്കുന്നത് പലരും കേൾക്കുന്നുവല്ലോ. തീർച്ചയായും ഇവിടെ വിഷയാവതരണം തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ഷമീർ മദീനി പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങിയതും അവസാനിപ്പിച്ചതും. ആ പ്രാർത്ഥിച്ചത് നിങ്ങളൊക്കെ കേട്ടു, നമ്മളെല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പൊ അത് നമ്മളാരും കേൾക്കൂല എന്ന് ഏതായാലും ബുദ്ധിയുള്ള ആരും പറയില്ലല്ലോ. ഒരാൾ ദുആ ചെയ്താൽ അത് വേറെ ആരും ആ ശബ്ദം കേൾക്കുകയേയില്ല എന്ന് ബുദ്ധിയുള്ള ഒരാളും പറയില്ല. എന്നാൽ അള്ളാഹു മാത്രമാണ് ദുആ കേൾക്കുന്നവൻ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞ കേൾവി അല്ല ഉദ്ദേശിച്ചത് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അള്ളാഹു ദുആ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ദുആ ചെയ്യുന്ന ആ കേവല ശബ്ദം കേൾക്കുക എന്ന കേൾവി അല്ല അവിടെ അർത്ഥമാക്കുന്നത്. മറിച്ച് ദുആ കേൾക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദുആ മനുഷ്യന്റെ നാവിൽ നിന്നല്ല, കൽബിൽ നിന്നാണ്. നാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരു പക്ഷേ ഉള്ളിൽ വിശ്വാസമുണ്ടാകണം എന്നില്ല, ആത്മാർത്ഥമായിട്ടാകണം എന്നില്ല. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി വ്യാജമായി കരഞ്ഞു പ്രാർത്ഥിച്ച് അവസാനം പണം തട്ടിയെടുത്ത് കോടീശ്വരന്മാരായി മാറിയ മുസ്ലിയാക്കന്മാർ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മളുള്ളത്. അവ പുറത്തേക്ക് വരുന്ന ഈ കേവല ഉച്ചാരണങ്ങളല്ല ദുആ എന്നുള്ളത്. ദുആക്ക് ഉപയോഗിക്കാവുന്ന പദപ്രയോഗങ്ങൾ മാത്രമാണത്. ചിലർ കൈ ഉയർത്തും. കൈ ഉയർത്തതല്ല ദുആ. ദുആക്കുള്ള ഒരു അടയാളമാണ് കൈ ഉയർത്തൽ. കൈ ഉയർത്തിയും അല്ലാതെയും ഒക്കെ ദുആ ഉണ്ടാകാം. ദുആ ഉത്ഭവിക്കുന്നത് മനുഷ്യന്റെ കൽബിൽ നിന്നാണ്. അതുകൊണ്ടാണ് അശ്രദ്ധമായ മനസ്സിന്റെ ദുആക്ക് ഉത്തരമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. കൽബാണ് ദുആയുടെ സ്ഥാനം. അതൊരു പക്ഷെ നാവ് കൊണ്ട് പറയണമെന്നില്ല, പറഞ്ഞാലും ഇല്ലെങ്കിലും ആ പറച്ചിലല്ല പരിഗണിക്കപ്പെടുന്നത്. പുറത്തേക്കുള്ള വാക്കുകൾ അടുത്തുള്ള മനുഷ്യന്മാരൊക്കെ കേൾക്കും. കൈ ഉയർത്തുന്നുവെങ്കിൽ അത് കൂടെയുള്ള ആൾക്കൊക്കെ കാണാൻ കഴിയും. ചുണ്ടനക്കുന്നുവെങ്കിൽ അടുത്ത ആൾക്ക് കാണാൻ കഴിയും. കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുവെങ്കിൽ അടുത്തുള്ള ആൾക്ക് കാണാൻ കഴിയും. അതൊക്കെ ദുആയുടെ ബാഹ്യമായ പ്രകടനങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു പക്ഷെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല അയാൾക്ക്. കണ്ണീരൊഴിക്കുന്നുണ്ട്, കൈ നീട്ടിയിട്ടുണ്ട്, വിറക്കുന്നുണ്ട്, കരയുന്നുണ്ട്, നീട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ കാപ്പട്യമാണെങ്കിൽ ഇയാൾ ആത്മാർത്ഥമായ ദുആ ചെയ്യുകയാണോ അല്ലേ കണ്ടു നിൽക്കുന്ന കേട്ടു നിൽക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയില്ല. അയാളുടെ ശരിയായ ദുആ അയാളുടെ കൽബിൽ നിന്നാണ്. അത് അറിയാനും അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് ഉത്തരം ചെയ്യാനും കഴിയുക എന്നതാണ് അള്ളാഹുവിന്റെ സവിശേഷത. ആ ഒരു അർത്ഥത്തിലാണ് സമീഉദ് ദുആ, മുജീബുദ് ദുആ എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ ഒരു അർത്ഥത്തിൽ
ദുആ കേൾക്കുന്നവൻ എന്ന് പറയാൻ യോഗ്യത റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, ശൈത്താന്മാർക്കുമില്ല. അതേസമയം ബാഹ്യമായ പ്രകടനങ്ങൾ കൂടെയുള്ള മനുഷ്യന്മാർ കാണാം, കൂടെയുള്ള മലക്കുകൾ കാണാം, കൂടെയുള്ള ജിന്നുകൾ കാണാം, ശൈത്താന്മാർ കാണാം. അത് സ്വാഭാവികം, തർക്കം ഉള്ള കാര്യവുമല്ല. അപ്പോൾ ദുആ കേൾക്കുന്നവൻ അല്ലാഹു മാത്രം എന്ന് പറഞ്ഞാൽ അത് ഈ തരത്തിലാണ്. ആ അർത്ഥത്തിൽ ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹുവിന്റെ വിശേഷങ്ങളായ ഗുണങ്ങളായി പരിചയപ്പെടുത്തിയപ്പോൾ ഇന്നക സമീഉദ് ദുആ, ഇന്നക മുജീബുദ് ദുആ തുടങ്ങിയ പ്രയോഗങ്ങൾ ഖുർആൻ പ്രയോഗിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞല്ലോ കൽബിലുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയൂ എന്ന്. എന്നാൽ ഒരു വിഭാഗം മുജാഹിദുകൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ മനുഷ്യന്റെ കൽബിലുള്ളത് പിശാച് അറിയുമെന്ന്. അത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? മുജാഹിദുകൾ അങ്ങനെ പറയാറില്ല. ഇനി കൽബിലുള്ളത് അറിയുക എന്നതിലും രണ്ടു തലമുണ്ട്. ദുആ കേൾക്കൽ പറഞ്ഞ പോലെ തന്നെ ചില മനുഷ്യന്മാരുടെ മനസ്സിലെ ചില ചിന്തകൾ, അവന്റെ ചില ലക്ഷണങ്ങൾ വെച്ച് നമ്മൾ പറയും. ഒരാളെ മുഖത്ത് നോക്കി നമ്മൾ പറയും, എന്താണ് എനിക്ക് എന്തോ ഒരു വിഷമുണ്ടല്ലോ. മുഖത്ത് നോക്കി പറയും, നിനക്ക് എന്തോ ഒരു വിഷമുണ്ട്. അപ്പോ ശരി, എനിക്ക് ഇന്ന ഫീലിംഗ് ഉണ്ട്. അതുപോലെ കൽബ് നമ്മൾ അറിഞ്ഞതാണല്ലോ. എങ്ങനെ അറിഞ്ഞു? ഈ അറിവോടുകൂടി ഞാൻ കൽബറിയുന്നവനാണ് എന്ന് എന്നെ കുറിച്ച് പറയാൻ പറ്റുമോ? അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗമുണ്ട്, ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. നെഞ്ചകത്തുള്ളത് അറിയുന്നവനാണ് അല്ലാഹ്. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ വഞ്ചനയും നെഞ്ചകത്ത് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നു. ഈ വിശേഷണം ഇതോടുകൂടി നമുക്കുണ്ടായോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അവന്റെ മനസ്സിലുള്ള വിഷമം നമ്മൾ അറിഞ്ഞത്? നമുക്ക് പ്രകടമായി കിട്ടിയ എന്തെങ്കിലും ഒരു സൂചന അവന്റെ മുഖത്ത് നിന്നോ അവന്റെ വാക്കുകളിൽ നിന്നോ അവന്റെ ചെയ്തിയിൽ നിന്നോ ഒക്കെയായി നാം വായിച്ചെടുത്ത നമുക്ക് കിട്ടിയ ചില സൂചനകൾ വെച്ചുകൊണ്ട് നാം അളന്ന് കണക്കാക്കി പറഞ്ഞു, എനിക്കെന്തോ വിഷമുണ്ട് എന്ന പോലെ മനുഷ്യ ജീവിതത്തിൽ പിശാചുക്കൾക്ക് അതേപോലെ മലക്കുകൾക്കെല്ലാം ഇടപെടാൻ കഴിയുന്ന ഒരു ഏരിയ ഉണ്ട്. പിശാച്ച് രക്തം സഞ്ചരിക്കുന്നിടത്ത് സഞ്ചരിക്കും എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ പിശാച്ചിന് കയറി ചെല്ലാവുന്ന ഇടങ്ങളുണ്ട്, മലക്കുകൾക്ക് കയറി ചെല്ലാവുന്ന ഇടങ്ങളുണ്ട്. ആ പ്രകൃതി വ്യവസ്ഥ പ്രകാരം, പിശാച്ചിന്റെ പ്രകൃതി വ്യവസ്ഥ പ്രകാരം, മലക്കുകൾക്ക് അല്ലാഹു നിശ്ചയിച്ച പ്രകൃതി വ്യവസ്ഥ പ്രകാരം മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലും മനുഷ്യന്റെ ചിന്തയിലും മനുഷ്യന്റെ കൽബിയായ പ്രവർത്തനങ്ങളിലും ഏതു പരിധി വരെ അവർക്ക് ഇടപെടാൻ കഴിയുമോ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കിട്ടുന്ന വിവരങ്ങൾ അവൻ ശേഖരിക്കുകയും അതവൻ അറിയുകയും ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ട് എന്ന വിശേഷണം അവർക്കുണ്ടായി എന്ന് പറയാവതല്ല. എന്നാൽ അള്ളാഹു കൽബറിയും അള്ളാഹു മനസ്സറിയും എന്ന് പറയുമ്പോൾ ഈ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അറിവല്ലല്ലോ ഉദ്ദേശിക്കപ്പെടുന്നത്. അതിനപ്പുറത്ത് പരിധിയും പരിമിതിയുമില്ലാതെ, ഭൗതികമായ ഈ വ്യവസ്ഥകൾ ഒന്നുമില്ലാതെ, ഈ സൂചനകളോ ചെയ്തികളോ ഒന്നും ആവശ്യമില്ലാതെ അഭൗതികമായ മാർഗത്തിൽ കാരണ ബന്ധങ്ങൾക്കതീതമായി അവന്റെ കൽബറിയാൻ, അത് വായിച്ചെടുക്കാൻ, അത് നിയന്ത്രിക്കാൻ കഴിയുക എന്നത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. നമ്മൾ ഒരാളുടെ കൽബിലുള്ളത് മുഖത്ത് നോക്കി പറയുന്നുവെങ്കിൽ അതൊരു കാര്യകാരണ ബന്ധമാണ്. അവന്റെ മുഖത്ത് പ്രകടമായ ഒരു കാരണം അടിസ്ഥാനമാക്കി ആ കാര്യം നമ്മൾ മനസ്സിലാക്കി എന്നേയുള്ളൂ. ശൈത്താൻ ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുവെങ്കിൽ ആ ശൈത്താന് മനുഷ്യ മനസ്സിൽ ഇടപെടാൻ കഴിയുന്ന ഏരിയകളുടെ അടിസ്ഥാനത്തിൽ അവന് ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ കാര്യകാരണ ബന്ധം അവനുണ്ട്. ആ നിലക്കാണ് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം. ഒരു വലിയോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ അള്ളാഹുവിൻ്റെ മുഅ്ജിസത്ത് കൊണ്ടോ കറാമത്ത് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ആ കാണിക്കുന്ന എന്തെങ്കിലും കറാമത്തുകളോ മുഅ്ജിസത്തുകളോ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തോട് ആ
മുജത്ത് കൊണ്ട് കറാമത്ത് കൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാമോ? മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള ആവശ്യങ്ങൾ ചോദിക്കാമോ? 2, ആ പ്രവാചകനോ അല്ലെങ്കിൽ ആ വലിയോ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ കറാമത്തോ മോചിതത്തോ മുറിഞ്ഞു പോകുമോ? പിന്നെ കാണിക്കാൻ പറ്റുമോ ഇല്ലയോ? മൂന്നാമത്തെ ചോദ്യം കൂടി നിങ്ങൾക്ക് ഉണ്ട്. ഈ രണ്ടും പറഞ്ഞാൽ അല്ലേ? ആ ശരി. ഒന്നാമത്തെ ചോദ്യം, വലിയനോ അല്ലെങ്കിൽ നബിക്കോ അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് അതിനടിസ്ഥാനത്തിൽ അവരോട് ജീവിതകാലത്ത് ചോദിക്കാമോ? അവിടെ മുഅ്ജിസത്ത് കറാമത്ത് എന്നത് എന്താണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണയിൽ നിന്നാണ് സുഹൃത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഇനി മൂന്നാമത് ചോദിക്കാനുള്ള ചോദ്യം രണ്ടാമത്തെ ഉത്തരം അനുസരിച്ചാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് സുഹൃത്ത് 2 നിർത്തിയത്. മൂന്നാമത്തെ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ ഉത്തരം ഞാൻ എന്തു പറയുന്നു എന്ന് നോക്കണം. അതുകൊണ്ട് കൂടിയാണ്. ഏതായിരുന്നാലും മുഅ്ജിസത്ത് കറാമത്ത് എന്നത് അംബിയാഇന്റെയോ ഔലിയാഇന്റെയോ കഴിവല്ല. അങ്ങനെ കഴിവ് അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിക്കും കൊടുത്തിട്ടുമില്ല. മുഅ്ജിസത്ത് കറാമത്ത് എന്നുള്ളത് അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അദൃശ്യ വഴിയിൽ മറഞ്ഞ വഴിയിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളാണ്. അതിൽ ആ വലിയനോ ആ നബിക്കോ യാതൊരു പങ്കുമില്ല അതിൻ്റെ വിഷയത്തിൽ. അവരുടെ കയ്യാൽ അള്ളാഹു വെളിപ്പെടുത്തി എന്നു മാത്രം. ഉദാഹരണമായി മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തായി ഖുർആൻ പരിചയപ്പെടുത്തിയ ഒന്നാണ് അദ്ദേഹത്തിന്റെ വടി. വടി താഴെ ഇട്ടാൽ പാമ്പായി മാറുന്നു. അതൊരു മുഅ്ജിസത്താണ്. അത് മൂസാ നബിക്ക് സ്വതന്ത്രമായൊരു കഴിവായി അള്ളാഹു നൽകിയതാണോ? ഒരിക്കലുമല്ല. ആ വടി എപ്പോൾ നിലത്തിട്ടാലും പാമ്പായി മാറുമോ? ഇല്ല. അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോൾ വടി നിലത്തിടുന്നു, പാമ്പായി മാറുന്നു. ഒന്നാമത്തെ തവണ ആ വടി പാമ്പായി മാറിയത് അള്ളാഹുവുമായുള്ള സംസാരത്തിൽ തൂര് സീനായിൽ. അവിടെ അള്ളാഹു ചോദിച്ചു, വമാ തിൽക ബിയമീനിക യാ മൂസ ഖാല ഹിയ അസായി അതവക്കഹു അലൈഹാ വഅഹുസ്സു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബ് ഉഖ്റാ. എന്താണ് മൂസ വലത്തെ കയ്യിൽ? അതെന്റെ വടിയാണ്. കുത്തിപ്പിടിച്ച് നിൽക്കുന്നു, ആടുകൾക്ക് ഇര പൊഴിച്ചു കൊടുക്കുന്നു. ഖാല അൽഖിഹാ യാ മൂസ, അല്ലാഹു തആല പറഞ്ഞു അത് ഇടുക. ഇട്ടു. ഇട്ടപ്പോൾ പാമ്പായി മാറി. അപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു എന്ന് ഖുർആൻ പറയുന്നു. എന്തിനാ പേടിച്ചത്? മൂസാ നബിയുടെ കഴിവാണെങ്കിൽ വടി പാമ്പായി മാറുമ്പോൾ മൂസാ നബി പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു വിളിച്ചു, ലാ തഖഫ്, പേടിക്കേണ്ടതില്ല. ഖുദ്ഹാ വലാ തഖഫ്, അതെടുക്കുക, പേടിക്കേണ്ടതില്ല. സനുഈദുഹാ സീറതഹൽ ഊലാ, അതിൽ ആദ്യ പടിയിലേക്ക് നാം അതിനെ മടക്കി കൊണ്ടുവരും. അപ്പോൾ എടുത്തു, പാമ്പ് വടിയായി മാറി. രണ്ടാമത് ആ വടി നമ്മൾ കാണുന്നത് ഫിർഔന്റെ കൊട്ടാരത്തിൽ വന്ന് ഇത് കാണിച്ചു കൊടുത്ത് നബിയാണെന്ന് പറഞ്ഞ് ഫിർഔൻ അവിടെ വെല്ലുവിളിച്ച് മായാജാലമാണെന്ന് ഫിർഔന് പറഞ്ഞ്, എങ്കിൽ മായാജാലക്കാരെ ഫിർഔൻ ഒരുമിച്ച് കൂട്ടാം, മൂസാ നബിയും വരാം എന്ന് പറഞ്ഞ് 2 കൂട്ടരും വന്നു, ഒന്നിച്ചു നിന്നു. മായാജാലക്കാർ ചോദിച്ചു, യാ മൂസ ഇമ്മ അൻ തുൽഖിയ വ ഇമ്മ അൻ നകൂന അവ്വല മൻ അൽഖാ, നീയാണോ ആദ്യം ഇടുന്നത്, അതല്ല ഞങ്ങളാണോ ആദ്യം എറിയേണ്ടത്? ഖാല ബൽ അൽഖൂ, മൂസ അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഇടുക. അവരിട്ടു. അവിടെ കയറുകളും വടികളും പാമ്പായി മാറി. ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസാ, മൂസാ നബിയുടെ മനസ്സിൽ ഭയമുണ്ടായി. അവിടെ എന്തിനാ ഭയം ഉണ്ടായത്? വടിയിട്ടാൽ ഏറി വന്നാൽ പാമ്പായി മാറും. അവര് വടിയിട്ടു, അതും പാമ്പായി മാറി. അപ്പൊ എന്താ വ്യത്യാസം? 2 കൂട്ടരും ഒന്നാണ് എന്ന് ഫിർഔന് പറയും. അവിടെ അല്ലാഹു ഇടപെട്ടു. അൽഖിമാ ഫീ യമീനിക് തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, നിന്റെ കയ്യിൽ അവിടെ ഇട്ടുകൊള്ളുക, അത് പാമ്പാകുമെന്ന് മാത്രമല്ല അവർ ഉണ്ടാക്കിയതിനെ വിഴുങ്ങിക്കൊള്ളും. അപ്പൊ അങ്ങനെ ഒന്നുകൂടി സംഭവിക്കുമെന്ന് മൂസാ നബിക്ക് ആദ്യം അറിയില്ല. അല്ലാതെ ഈ ഓർഡർ വരും മുമ്പ് അത് ഇട്ടാലോ
സംഭവിക്കുകയുമില്ല. ഇട്ടു പാമ്പായി മാറി മൊത്തം പാമ്പുകളെ വിഴുങ്ങി. മൂന്നാമത് ആ വടി ഉപയോഗിച്ചത് ഇസ്രായേലിനെയും കൂട്ടി ഫിർഔനിന്റെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. അങ്ങനെ പോയി അള്ളാഹ് പറഞ്ഞു, അനസ്രി ബിഇബാദി ലൈലൻ, എന്റെ അടിമകളെയും കൂട്ടി രാത്രി തന്നെ സഞ്ചരിക്കുക, പക്ഷേ ഇന്നക്കും മുത്തബഊൻ, നിങ്ങൾ പിന്തുടരപ്പെടും, നിങ്ങളെ പിന്നിൽ മറ്റവൻ വരും. അങ്ങനെ പോയി മുന്നോട്ട് പോകുമ്പോൾ ഫിർഔനും സംഘവും പിന്നാലെ വന്നു. മുമ്പിൽ സമുദ്രം, പിന്നിൽ ശത്രു സൈന്യം വരുന്നു. എന്ത് ചെയ്യാം? കൂടെയുള്ളവർ പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ, നാം പിടിക്കപ്പെട്ടു തന്നെ. മൂസാ നബി എന്താ പറഞ്ഞത്? എൻ്റെ അടുത്ത് വടിയുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട എന്നല്ല പറഞ്ഞത്. ഖാല കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ ഒരു മാർഗം കാണിച്ചു തരും. അള്ളാഹുവിന്റെ ഓർഡർ വന്നു, ഇദ്രിബ് അസാകൽ ബഹർ, എന്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക. അടിച്ചു, 2 പേർപ്പായി മാറി. ആ വടി കൊണ്ട് അങ്ങനെ ഒന്ന് കഴിയുമെന്ന് മൂസാ നബിക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, നേരെ അടിച്ചു കയറിയാൽ മതി. ആ ഓർഡർ കിട്ടും മുമ്പ് അടിച്ചാലോ സമുദ്രം പിളരുകയുമില്ല. 4ാമത് ആ വടി ഉപയോഗിക്കുന്നത് സമുദ്രം കടന്ന് അപ്പുറം പോയി അവിടെ താമസിക്കുന്ന കാലഘട്ടങ്ങളിൽ മൂസാ നബിയോട് പരാതി പറയുന്നു, ഞങ്ങൾക്ക് വെള്ളമില്ല. മൂസാ നബി എന്താ ചെയ്തത്? നിങ്ങൾ വരി, എൻ്റെ കയ്യിൽ വടിയുണ്ട്, വടി കൊണ്ട് പാറക്കടിച്ച് ഞാൻ വെള്ളം തരാം എന്നല്ല പറഞ്ഞത്. മറിച്ച് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് തന്റെ ഖൗമിന് വേണ്ടി വെള്ളത്തിന് ആവശ്യപ്പെട്ടു, ദുആ ചെയ്തു. അപ്പൊ അല്ലാഹുവിന്റെ ഓർഡർ കിട്ടി, ഇദ്രിബ് അസാകൽ ഹജർ, നിന്റെ വടി കൊണ്ട് പാറക്കടിക്കുക. അടിച്ചപ്പോ അതിൽ നിന്ന് 12 അരുവികൾ ഉത്ഭവിച്ചു. ഈ വടി കൊണ്ട് അങ്ങനെ നടക്കുമെന്ന് മൂസാ നബിക്ക് ആദ്യം അറിയില്ല. ആ ഓർഡർ കിട്ടും മുമ്പ് അടിച്ചാൽ അതൊട്ട് സംഭവിക്കുകയുമില്ല. ഇതാണ് മുഅ്ജിസത്ത്. ഇത് തന്നെയാണ് കറാമത്തിന്റെയും അവസ്ഥ. ഒരു മജീഷ്യന്റെ വടി പോലെ സ്വതന്ത്രമായി ചുഴറ്റി നടന്ന് എവിടെയും എങ്ങനെയും ഉപയോഗിക്കാവുന്ന ഒന്നായിട്ടല്ല മുഅ്ജിസത്തും കറാമത്തും ഉള്ളത്. അങ്ങനെ തെറ്റിദ്ധരിച്ചപ്പോഴാണ് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കഴിവെന്ന് ചോദിക്കുക എന്ന വകുപ്പ് സമൂഹത്തിൽ വന്നത്. അപ്പൊ അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല. അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം പ്രകടിപ്പിക്കാവുന്ന ഒന്നല്ല മുഅ്ജിസത്ത്. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അള്ളാഹു എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് അവർ ചെയ്യുന്നു. അതിന്റെ സ്ഥാനത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ആ മുഅ്ജിസത്ത് അഭൗതികമാണ്. അത് ഇവരുടെ കഴിവല്ല, അള്ളാഹു പ്രകടിപ്പിക്കുന്നത് മാത്രമാണ്. കറാമത്തും അങ്ങനെ തന്നെ. ഇനി ജീവിതകാലത്ത് അവരോട് പോയിട്ട് ഈ അടിസ്ഥാനത്തിൽ ചോദിക്കാമോ എന്നാണ്. ഒരു മുഅ്ജിസത്ത് കാണിച്ചരണേ എന്നാണെങ്കിൽ അങ്ങനെ ചോദിച്ച ശൈലി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മുശ്രിക്കീങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആകാശത്തേക്ക് കയറി പോകണം, അവിടുന്ന് ഒരു കിതാബും കൊണ്ട് ഇറങ്ങി വരണം, അതേപോലെ ഭക്ഷണത്തലി ഇറക്കി തരണം. അവിടെ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു തആല പറഞ്ഞേക്കുക, ഹൽ കുന്തു ഇല്ലാ ബശറ റസൂല, ഞാനൊരു മനുഷ്യനായ റസൂലല്ലയോ എന്ന് ചോദിച്ചുകൊള്ളുക എന്നാണ് അള്ളാഹുവിന്റെ മറുപടി. എന്നാൽ ദുആ ചെയ്യാൻ സ്വഹാബിമാർ പറഞ്ഞിട്ടുണ്ട്, സുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, മഴയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നബിയോട് വന്ന് മഴയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം നബി മഴ പെയ്യിപ്പിക്കും എന്ന അർത്ഥത്തിലായിരുന്നില്ല, മറിച്ച് ദുആ ചെയ്യാനുള്ള ആവശ്യമായിരുന്നു. നബി തങ്ങൾ ദുആ ചെയ്തു, ദുആ തീരുമ്പോഴേക്ക് മഴ പെയ്തു. അസുഖം വന്നു പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ ദുആ ചെയ്ത് അസുഖം മാറിയിട്ടുണ്ട്. നബി തങ്ങൾ തടവിക്കൊടുത്ത് അസുഖം മാറിയിട്ടുണ്ട്. നബി തങ്ങൾ തുപ്പുനീര് പുരട്ടിക്കൊടുത്ത് അസുഖം മാറിയിട്ടുണ്ട്. നബി തങ്ങൾ അള്ളാഹുവിന്റെ വഹയി പ്രകാരം ഓരോ സമയത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു അർത്ഥത്തിൽ സ്വഹാബിമാരൊക്കെ ചോദിച്ച ആ ചോദ്യമാണെങ്കിൽ തർക്കിക്കേണ്ട ഒന്നല്ല. നേരെ മറിച്ച് മുഅ്ജിസത്ത് എന്ന കഴിവ് ലഭിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ജീവിതകാലത്താവട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ജീവിതത്തിലെ ഏത് വിഷയത്തിനും എന്തിനും എവിടുന്ന് വിളിച്ചാലും അതൊക്കെ നബി അറിയും, നബി കേൾക്കും, നബിയെ ഉത്തരം ചെയ്യും, നബി പ്രതികരിക്കും എന്നാണെങ്കിൽ അങ്ങനത്തെ ഒരു രീതി അഹ്ലുസുന്നക്ക് പരിചയമില്ല, സ്വഹാബിമാരും ചെയ്തിട്ടില്ല. ഇനി വഫാത്തിന് ശേഷം മുഅ്ജിസത്ത് ഉണ്ടാകുമോ, കറാമത്തുണ്ടാകുമോ? ഉണ്ടാകുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഈ നിലയ്ക്ക് മുഅ്ജിസത്തിനെ മനസ്സിലാക്കിയാൽ മതി. അത് കഴിവാണ് വിചാരിക്കുമ്പോഴേ
എന്നാ പിന്നെ മരിച്ചാലും നിൽക്കൂലെങ്കിൽ മരിച്ചാലും ചോദിച്ചൂടെ എന്ന ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. മരിച്ചാലും മുഴുവത്ത് അവസാനിക്കില്ല എന്ന് പറയുമ്പോൾ അപ്പൊ മരണശേഷം ചോദിക്കാലോ, ജീവിതകാലത്ത് ചോദിക്കാന്ന് പറഞ്ഞു, മരിച്ചാൽ അവസാനിക്കില്ല എന്നും പറഞ്ഞു, അപ്പൊ മരിച്ചാലും ചോദിച്ചൂടെ എന്ന ചോദ്യം വരുന്നത് എപ്പോഴാണ്? മുഴുവത്തെ തെറ്റായി മനസ്സിലാക്കുമ്പോഴാണ്. നേരെ മറിച്ച് അവരെ ആദരിച്ച് അവരെ ബഹുമാനിച്ച് അല്ലാഹു തആല അവരിലൂടെ പ്രകടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ അർത്ഥത്തിലുള്ള ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ല. വഫാത്തിന് ശേഷം കറാമത്തുണ്ടായ സംഭവങ്ങൾ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. വഫാത്തിന് ശേഷം കറാമത്തുണ്ടായത് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെയും സൂചനകൾ ആ വിഷയത്തിൽ ഉണ്ട്. അപ്പോൾ അത് അസംഭവ്യമല്ല. അത് എപ്പോഴുണ്ടായാലും അവർക്കതിൽ ഒരു പങ്കുമില്ല. അവരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തി എന്ന് മാത്രം. ശരി, അവിടെ മൂസാ നബി വെള്ളത്തിനാവശ്യപ്പെട്ടു എന്നല്ല ഖുർആനിലുള്ളത്, മൂസയോട് വെള്ളത്തിനാവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം. മൂസ ലിഖൗമിഹി, മുജാഹിദിന്റെ നേതാക്കൾ തന്നെ ഇറക്കി വെച്ച അല്ല തർജ്ജമത്തുൽ ഖുർആൻ. ഞാൻ എന്റെ വണ്ടിയിലിരിപ്പുണ്ട്, ഞാൻ വേണ്ടി മൂസയോട് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞല്ല. മൂസ ലിഖൗമിഹി സൂറത്ത് ബഖറ. അടുത്ത ചോദിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്. ഒരുപാട് നാളുകളായി എൻ്റെ മനസ്സിലുള്ള ഒരു സംശയം നിങ്ങളുടെ മുമ്പിൽ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ചോദിക്കുന്നതാണ്. അതായത് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാം, അള്ളാഹു നേരിട്ട് നമുക്ക് സഹായം ചെയ്യും, വേറൊരാളുടെ ഇടത്തേട്ടം വേണ്ട. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള സംശയം, ഈ ലോകത്ത് വെച്ച് നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ നാളെ പാരത്രികമായ ലോകത്ത് നമ്മൾ മരണപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ, ഇവിടെ ഈ ലോകം എന്ന് പറയുമ്പോൾ അള്ളാഹുവുമായിട്ട് അടുത്തുള്ളൊരു പരലോകമല്ല. നാളെ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, പരലോകത്ത് മനുഷ്യരെ എല്ലാവരെയും ഒരുമിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങളൊരു വിഭാഗം നരകത്തിലേക്ക് പോകൂ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകൂ എന്നല്ല. ജനങ്ങൾ അവിടെ നിന്ന് വിയർത്ത് ബുദ്ധിമുട്ടുമ്പോൾ, ജനങ്ങൾ ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ, പാരത്രികമായ ലോകത്ത് നിൽക്കുമ്പോൾ തന്നെ ആദ്യമായി ആദം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ എന്ന് ചോദിക്കും എന്നറിയുന്നു. അതിനുശേഷം യാ നഫ്സി, എന്റെ കാര്യം തന്നെ അവതാളത്തിലാണ്, നിങ്ങൾ അടുത്ത പ്രവാചകന്റെ അടുത്ത് പോകാൻ പറഞ്ഞ് അങ്ങനെ പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്ന് അവസാനം പുന്നാര നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഒന്നുകിൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ നരകത്തിലേക്ക്, അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിനോടൊന്ന് പറയൂ എന്ന് പറയുന്ന വാചകമുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്ത് നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ പാരത്രികമായ ലോകത്ത് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ജനങ്ങൾ നാളെ പാരത്രികമായ ലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് എന്നെ ഒന്നുകിൽ നരകത്തിലേക്ക് വിടല്ല അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് വിടുക അല്ല എന്ന് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാമല്ലോ. പിന്നെ എന്തിനാണ് ഈ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ഈ അടിമകൾ പോകുന്നത് എന്ന് അറിയാൻ പറ്റാത്തതിന് വേണ്ടി ചോദിക്കുന്നു. മറുപടി പ്രതീക്ഷിക്കുന്നു. രണ്ട് തലമാണ് അതിനുള്ളത്. ഒന്ന്, പരലോകം എന്നത് ദുനിയാവുമായി ഒരർത്ഥത്തിലും നമുക്ക് സാദൃശ്യപ്പെടുത്താവതല്ല. പരലോകത്ത് അതുമാത്രമല്ല, ഒരക്ഷരം മിണ്ടാൻ തന്നെയും അനുവാദമില്ല. അവിടെ ഒരാൾക്കും സംസാരിക്കാൻ പോലും അനുവാദമില്ലാത്ത ലോകമാണ് പരലോകം. കാലങ്ങോട്ട് എടുത്തു വെക്കണമെങ്കിൽ അള്ളാഹു നിശ്ചയിക്കുന്ന ചില കടമ്പകൾ കടന്നാലേ പറ്റുള്ളൂ. അതിനപ്പുറം വെച്ച കാൽ എടുത്തു വെക്കാൻ പോലും കഴിയില്ല. നെടുവീർപ്പുകളല്ലാതെ മറ്റൊന്നുമില്ലാത്ത ലോകം. ശബ്ദങ്ങളെല്ലാം റഹ്മാനായ റബ്ബിനെ കീഴൊതുങ്ങിയിരിക്കുന്നു. നെടുവീർപ്പുകളല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കയില്ല. അതാണ് പരലോകം. അപ്പൊ അവിടെ പ്രാർത്ഥന മാത്രമല്ല, സംസാരങ്ങൾ പോലും നിലച്ച് എല്ലാം ഇല്ലാതായി നെടുനിശ്വാസങ്ങൾ മാത്രമുള്ള രംഗമാണ് പരലോകം. അവിടെ സംസാരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം കിട്ടണം, അല്ലെങ്കിൽ മിണ്ടാൻ കഴിയില്ല. മലക്കുകൾ പോലും യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫ ലാ യതകല്ലമൂൻ, ജിബ്രീലും മലക്കുകളും അണിയായി നിൽക്കും. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കയില്ല. ഇല്ലാ മൻ
അദിന ലഹുർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് അനുവാദം നൽകിയവരല്ലാതെ. അതാണ് പരലോകത്തെ അവസ്ഥ. അപ്പൊ അവിടുത്തെ ഓരോ ഘട്ടങ്ങളും റബ്ബ് നിശ്ചയിക്കുന്നു എന്ത് വേണം, എങ്ങനെ വേണം എന്നൊക്കെ. അവിടെ മിണ്ടാൻ അനുവാദം നൽകുന്നു ആർക്ക്? മുഹമ്മദ് നബിക്ക് മാത്രം, അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ. മറ്റു നബിക്കും അനുവാദമില്ല. അവിടെയുള്ള പല സംഭവങ്ങളിൽ ഒന്നാണ് ശഫാഅത്തിന് വേണ്ടി പലരെയും സമീപിക്കാൻ. ഇനി അവിടെയും പരലോകത്തെ മഹ്ശറിൽ നിന്നിട്ട് അള്ളാഹുവെ ആദം നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്നല്ല പറയുന്നത്. പ്രവാചകന്മാരെ ഹക്ക് കൊണ്ട് രക്ഷിക്കണേ എന്നല്ല പറയുന്നത്. മുഹമ്മദ് നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് രക്ഷിക്കണേ എന്നല്ല പറയുന്നത്. ആദം നബിയെ നേക്കുന്നവരെ കാണുന്നു, ഓരോ അമ്പിയായെയും നേക്കുന്നവരെ കാണുന്നു. ഈ പ്രയാസങ്ങളിൽ നിന്ന് വല്ലതും ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്നവരോട് ചോദിക്കുന്നു. അവർ പറഞ്ഞു ഇല്ല, നഫ്സി നഫ്സി. യൗമ യദ്ഉ ആദമും വൽ അംബിയാ നഫ്സി 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 നഫ്സിയ. ആദമും മറ്റമ്പിയാക്കളും പറയുന്നു എൻ്റെ കാര്യം, എൻ്റെ കാര്യം. അതാണ് പരലോകം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ സ്പെഷ്യൽ അനുവാദമുണ്ട്. കാരണം നബി തങ്ങൾ പറഞ്ഞു ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ വഇൻ ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി യൗമൽ ഖിയാമ വഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈഅ. എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ദുആക്ക് അല്ലാഹു അവസരം നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഉത്തരം കൊടുക്കാം എന്ന് ഉറപ്പുള്ള ഒരു ചാൻസ്